ഹായ് ആൾ, വെൽക്കം ടു ATOMCLUB യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ ടിയാഗോയുടെ എഞ്ചിൻ എയർ ഫിൽറ്റർ എങ്ങനെ ക്ലീൻ ആക്കാമെന്നുള്ളതിനെ പറ്റി പറഞ്ഞു തരാനായിട്ടാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ എനിക്കറിയാവുന്ന 2-3 ടിപ്സും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ്. നിങ്ങൾക്കും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ എയർ ഫിൽറ്റർ ആസി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് എയർ ഫിൽറ്റർ വരുന്നത്. ഓക്കെ, അപ്പം എനിക്കറിയാവുന്ന 2-3 കാര്യങ്ങൾ. ഇപ്പം എന്തായാലും നമ്മുടെ നാട്ടിൽ മഴയും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെയാണ്. പല ആൾക്കാരും വെള്ളത്തിലേക്ക് മുക്കി വണ്ടി ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ അടുത്താണ് ഇത് ഞാൻ പറയുന്നത്. നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ലൈൻ വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ലെവൽ വരുന്നത് ഈ ലെവലിലാണ്. ലൈക്ക് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇത്രയും ലെവലിലാണ് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ഓസ് പോയിരിക്കുന്നത്. അപ്പം ഇത്രയും മുകളിലോട്ടൊക്കെ വെള്ളത്തിൽ കൂടെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഉടനെയൊന്നും കിട്ടില്ല, ഭാവിയിൽ നല്ല 8ൻ്റെ പണി കിട്ടും. ഓക്കെ, അതൊന്ന്. അതുപോലെ തന്നെ ടിയാഗോയുടെ എഞ്ചിൻ സ്റ്റാർട്ടാക്കുന്ന സമയത്ത് നോർമലി അല്പം എഞ്ചിൻ നോയ്സും എഞ്ചിൻ മൗണ്ടിൻ്റെ ഇഷ്യൂവും അത്യാവശ്യം തരക്കേടില്ലാതെ തന്നെ ടിയാഗോയിലുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ സർവീസിന് കൊടുക്കുന്ന സമയത്ത് എസ്സിയിലെ ടെക്നിക്കൽ ടീം എയർ ഫിൽറ്റർ ആസിയൊക്കെ കളക്കി ക്ലീൻ ആക്കിയതിന് ശേഷം ഇത് ഈ കാണുന്ന ഇവിടെ ഒരു ലോക്കുണ്ട്, റബ്ബർ ലോക്ക്, ഈ ക്ലാമ്പിൻ്റെ അടിയിൽ വരുന്നത് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് പ്രോപ്പർ ഫിറ്റിംഗ് അല്ല എന്നുണ്ടെങ്കിലും ഒരു അബ്നോർമൽ നോയ്സ് വണ്ടി ഓണാക്കുന്ന സമയത്തും ഓഫാക്കുന്ന സമയത്തും കേൾക്കാം. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഷെക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ചില ടിയാഗോയിൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന നിങ്ങളുടെ ടിയാഗോ നോക്കിയാൽ തന്നെ ജസ്റ്റ് ഇതൊന്ന് പിടിച്ച് കുലുക്കുമ്പോൾ തന്നെ നല്ലൊരു അടി ഫീൽ ചെയ്യും. അപ്പോൾ അത് ഒന്ന് ഇവിടുത്തെ ഒരു പ്ലേ, ഈ നട്ടിൻ്റെ ഒരു പ്ലേ നല്ലപോലെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബുഷ് ഇട്ട് ടൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബുഷ് വാഷർ എന്തെങ്കിലും ടൈറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ സ്ഥിരം എസ്സിന്ന് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ആസ് യൂഷ്വൽ നമ്മുടെ സ്പോഞ്ചില്ലേ, എന്താ പറയുക, ലൈക്ക് ഇതേപോലത്തെ തന്നെ ഫോം സ്പോഞ്ച്, ഇതിൻ്റെ വൈറ്റ് കളർ ഇച്ചിരി 2 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ച് തിക്നെസ് വരുന്നത് ഇതിൻ്റെ ഇടയിലേക്ക് കയറ്റി വയ്ക്കും. പിന്നെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. മെയിനായിട്ട് ഇതിൻ്റെ ഇടയിൽ ഇതിനകത്ത് തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ഒരു റബ്ബർ ബുഷ് വരുന്നുണ്ട്. അത് പ്രോപ്പർ ആണെങ്കിൽ ആ ഒരു ഷേക്കോ വൈബ്രേഷനോ ഉണ്ടാകത്തില്ല. കാരണം ഞാനിപ്പോൾ ആ റബ്ബർ ബുഷ് ഒന്ന് സൂപ്പർ ഗ്ലൂ ചെയ്ത് ജസ്റ്റ് ഒന്ന് അവിടെ ഒട്ടിച്ച് വെച്ചേക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ചില സമയത്തൊരു വണ്ടി സ്റ്റാർട്ടാക്കി ഇടുന്ന സമയത്ത് തന്നെ ഒരു വല്ലാതൊരു വൈബ്രേഷൻ ഫീലിംഗ് ഉണ്ടാകും. അത് നമ്മുടെ DT പറഞ്ഞു തന്നൊരു ടെക്നിക്കാണ്. അപ്പം ഇനി നമുക്ക് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ലോട്ട് കിടക്കാം. പലരും ആലോചിക്കുന്നുണ്ടാവും എന്തിനാണ് എയർ ഫിൽറ്റർ എന്താണ് ചെയ്യുന്നത്. അതിന് എനിക്കറിയാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരു മനുഷ്യ ശരീരത്തിന് ശ്വാസകോശം അല്ലെങ്കിൽ നമ്മുടെ മൂക്ക് എന്തിനാണോ അതേ സെയിം പ്രവർത്തനം തന്നെയാണ് ഒരു എഞ്ചിന് വേണ്ടി നമ്മുടെ എഞ്ചിൻ എയർ ഫിൽറ്റർ ആസി പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ശ്വാസകോശം, ഇത് നമ്മുടെ മൂക്ക്. ഇത്രമാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, നമ്മളടുത്ത് ആരെങ്കിലും വന്നിട്ട് പറയുകയാണ് നീ മൂക്കും പൊത്തിപ്പിടിച്ച് ഒരു 100-150 സ്റ്റെപ്പ് ഓടണം, എന്നെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ എയർ ഫിൽറ്ററിനകത്ത് ഇത്രയും പൊടിയും കയറ്റി വെച്ചിട്ട് നമ്മൾ മാക്സിമം ത്രോട്ടിൽ ചെയ്യും, ലാഗ് ഫീൽ ചെയ്യും, വണ്ടി കയറി പോകില്ല. എന്താണ് കാരണം എയർ ഫ്ലോ അത്യാവശ്യമാണ്. ഓക്കെ, പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന എയർ ഫ്ലോ തന്നെ കിട്ടണം. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ മൂക്കിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും കണക്ക്. അപ്പോൾ നമ്മൾ മാക്സിമം ബ്രീത്തിങ് എടുക്കും ഓടുന്ന സമയത്ത്. അത്രയും പവർ കയറുന്ന സമയത്ത് നല്ലപോലെ എയർ ഫ്ലോയും ആവശ്യം വരും. അപ്പം ആ എയർ ഫ്ലോ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പൊടി എന്തെങ്കിലും എയർ ഫിൽറ്ററിൽ കയറ്റുണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ബെറ്റർ മൈലേജ് കിട്ടും, അതുപോലെ തന്നെ ബെറ്റർ പവറും കിട്ടും. അപ്പം ഇതാണ് എനിക്കറിയാമെന്നുള്ള എയർ ഫിൽറ്ററിൻ്റെ ഉപയോഗം. സിമ്പിളായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ടെക്നിക്കൽ വശം പറയണമെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട്, അത് പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് കിടക്കാം. ഇനി നമുക്കിത് ക്ലീൻ ആക്കാം. അപ്പോൾ ക്ലീൻ ആക്കുന്നതിന് മുന്നേ ഇതിനാദ്യം എത്രയാ 5 നട്ടാണ് വരുന്നത്. ഒന്ന് ഇത്. ഓക്കെ, 5 എണ്ണം. ഇത് 8 വരുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് റാജറ്റ് സെറ്റാണ്. 8ൻ്റെ T യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 8ൻ്റെ നമുക്ക് നോർമൽ റിംഗ് സ്പാനർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ റാച്ചറ്റും അതിൻ്റെ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ പാക്കിംഗ് റിമൂവ് ആക്കാം.
അങ്ങനെ ലൂസാക്കി അതിൻ്റെ അഞ്ചിനായിട്ട് എടുത്ത് വെച്ചു. സേഫായിട്ട് ഇടയിൽ മാറ്റി വയ്ക്കുക. എന്തായാലും ഇപ്പോൾ റാച്ചറ്റ് സെറ്റിൻ്റെ ഒക്കെ തന്നെ ഇട്ടു. ഇനി നമുക്ക് ക്യാപ്പ് തുറന്നെടുക്കാം. തുറന്നെടുക്കുന്ന സമയത്ത് 4 ലോക്ക് വരുന്നുണ്ട്. ഇവിടെയുണ്ട് ഈ ലോക്കിന് സെറ്റ് ആവുന്നത്. യാതൊരു കാരണവശാലും പ്രഷർ അപ്ലൈ ചെയ്ത് പൊട്ടിക്കരുത്, അത് മാത്രം ശ്രദ്ധിക്കാനുള്ളൂ. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി സക്ക് ചെയ്തെടുക്കുന്ന എയർ ഇതിലേക്കൂടെ വന്ന് ഈ ഫിൽട്ടർ പേപ്പറിൽ ഫിൽട്ടർ ആയതിനു ശേഷം നേരെ ഇതിലോട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെങ്ങനെയാണ് ഇവിടെ നിന്ന് വരുന്ന ക്ലോസ് അല്ലേ എന്നുള്ളത്. അപ്പോൾ അതിനാണ് ഈ ഒരു ഗ്യാപ്പ് ഇട്ടേക്കുന്നത്. കണ്ടോ, ജസ്റ്റ് ഒരു ഹോളുണ്ട്. ആ ഹോൾ വഴി നമ്മുടെ എന്താ അതിൻ്റെ പേര് ത്രോട്ടിൽ ബോഡിയിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്കിതൊന്ന് ഇളക്കാം. അത്യാവശ്യം പൊടിയുണ്ട്. ഇത് ഞാനെല്ലാം 5000 കിലോമീറ്റർ കൂടുമ്പോഴും ക്ലീനാക്കി ഇടുന്നതാണ്. മാറാൻ സമയമായെന്ന് ചോദിച്ചാൽ ടാറ്റ റെക്കമെൻഡ് ചെയ്യുന്നത് 30,000 കിലോമീറ്ററാണ്. പക്ഷേ ഞാൻ 15,000 കിലോമീറ്റർ അല്ലെങ്കിൽ മാക്സിമം 20,000 കിലോമീറ്റർ അതിനുള്ളിൽ തന്നെ ഞാൻ മാറും. ഇപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത വൃത്തിയുണ്ട്. ഇല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് നമ്മുടെ തുണി ഒന്നിൽ അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ജസ്റ്റ് വെറ്റ് ടവലുണ്ട്, വെറ്റ് മൈക്രോ ഫൈബർ ക്ലോത്തും ഉണ്ട്, നമുക്ക് തുടച്ചെടുക്കാം. അതല്ല വീട്ടിൽ വാക്യൂം ക്ലീനർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ക്ലോസ് ആക്കി വെക്കുക. ഇതിനെയാണ് നമ്മുടെ ത്രോട്ടിൽ ബോഡി എന്ന് പറയുന്നത്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് എയർ ഫ്ലോ സക്ക് ചെയ്യാൻ വേണ്ടി ഇത് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യും. അപ്പം അതിനെപ്പറ്റി ഒരു വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ എയർ ഫിൽട്ടർ ക്ലീനിങ്ങിലോട്ട് പോവാം. അപ്പോൾ അതെ, നമ്മുടെ എയർ ഫിൽട്ടർ ഞാൻ ഇളകൊണ്ട് വന്നു. അപ്പം ഇതിനി എങ്ങനെ ക്ലീൻ ആക്കാമെന്ന് നോക്കാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് വാക്യൂം ക്ലീനറാണ്. അതിൻ്റെ ഹോസാണ്. നമ്മുടെ സാധനം ഇരിപ്പുണ്ട്. ഇത് ക്ലീൻ ആക്കാനായിട്ട് ഇൻസൈഡും വരുന്നുണ്ട്, ഇതിന് ഔട്ട് സൈഡും വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ സൈഡ് നമ്മൾ എയറിനെ സക്ക് ചെയ്തെടുക്കണം. വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് എയറിനെ സക്ക് ചെയ്തെടുക്കണം. ഈ സൈഡ് ഇത് നമ്മൾ എയർ ബ്ലോ ചെയ്യണം, എയർ ഉപയോഗിച്ച് അടിച്ച് കളയണം. ഓക്കെ, ഇനി അതല്ല നിങ്ങളുടെ വീട്ടിൽ വാക്യൂം ക്ലീനർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പെയിൻ്റ് അടിക്കുന്ന ലൈക്ക് ഒരു ബ്രഷ് കിട്ടും, 2 ഇഞ്ചിൻ്റെ ബ്രഷ്, ജസ്റ്റ് അതൊന്ന് വെച്ച് പിടിച്ചതിന് ശേഷം കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കളഞ്ഞാൽ തന്നെ ആൾമോസ്റ്റ് ഒട്ടുമിക്കുള്ള പൊടിയും പോകും. ഓക്കെ, പിന്നെ വർഷത്തിലൊരിക്കലെങ്കിലും ഇത് മാറ്റിയിടുന്നത് നല്ലതാണ്. എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 600 രൂപ സംതിങ്ങേ വരത്തുള്ളൂ. അപ്പം ഇതുവരെ മാറാത്തവർ പറ്റുമെങ്കിൽ മാറുക. കാരണം എയർ ഫ്ലോ പ്രോപ്പറല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എൻജിൻ പണികൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊരു 100% ക്ലീനാന്ന് ഞാൻ പറയില്ല, എന്നാലും അത്യാവശ്യം ഒട്ടുമിക്ക പൊടിയും പോയി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാ സർവീസിനും നമ്മൾ കൊടുക്കുന്ന സമയത്തും എയർ ഫിൽട്ടർ, എഞ്ചിൻ എയർ ഫിൽട്ടർ ക്ലീനിങ് പറഞ്ഞു തന്നെ കൊടുക്കുക. ചില ഡീലർഷിപ്പിൽ ചെയ്യുന്നില്ല. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പലർക്കും അറിയാം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ജോബ് ഫ്ലിപ്പിനകത്ത് എഞ്ചിൻ എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്യണം എന്നുള്ളത് എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ സർവീസ് അഡ്വൈസറിനടുത്ത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതിന് ഇത് ഫിറ്റിങ്ങിലോട്ട് പോവാം. ഈ കാണുന്ന 4 ലോക്കാണ് നേരത്തെ എയർ ഫിൽറ്ററിൻ്റെ ക്യാപ്പിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് തിരിച്ച് നിങ്ങളാണ് ഇളക്കി ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ പ്രോപ്പറായിട്ട് തന്നെ അതിനകത്ത് വീഴണം. ഓക്കെ, അത് വീഴാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ കീറി അധികമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരല്പം കണ്ടോ ഒരു ഡിഫറൻസ് ഒന്നുണ്ട്. ഒരല്പം പ്രഷർ ചെയ്ത് മാത്രമേ നമുക്കതിലോട്ട് ഇടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നോർമൽ ഓക്കെ ആയിട്ട് വീണില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ സ്ക്രൂ വീടില്ല. ഇതിപ്പം ഓക്കെ ആയിട്ട് വീണിട്ടില്ല, കണ്ടോ സ്ക്രൂ വീടില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ലോക്ക് പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കി ഇതിനൊരു ഈ ക്യാപ്പിന്
ഈ ക്യാപ്പിന് ലൂസാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എയർ ഇതുവഴി അകത്ത് കയറുന്നുണ്ടെങ്കിലോ നമ്മുടെ വാൽവട്രോണിക് എക്സോസ്റ്റ് വെച്ച് കണക്കോ അല്ലെങ്കിൽ നമ്മുടെ ടെർബോ എഞ്ചിൻ്റെ സൗണ്ട് കണക്കോ ഫീൽ ചെയ്യും. ബ്രും ബ്രും എന്ന് പറയുന്ന സൗണ്ട് ഫീൽ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്ലീൻ ആക്കുന്ന എയർ ഫിൽട്ടർ ഇടാം. ഇതിനകത്തിപ്പം പൊടിയില്ല, അതുകൊണ്ടാണ് ഞാനത് ക്ലീൻ ആക്കാത്തത്. ഞാനെല്ലാം 2500 കിലോമീറ്റർ അല്ലെങ്കിൽ 5000 കിലോമീറ്റർ ആകുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്നതാണ്. വണ്ടി ഇപ്പോൾ ടോട്ടൽ അറൗണ്ട് ഒരു 41,000 കിലോമീറ്റർ അടുപ്പിച്ച് എന്തോ ആവാറായി. അപ്പോൾ നമുക്ക് ഇനി ഇത് പോർട്ടിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അത് പെർഫെക്റ്റ് ഫിറ്റ് ആണോ എന്ന് നോക്കുക. പെർഫെക്റ്റ് ആണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 4 ലോക്കും അതിനകത്ത് പ്രോപ്പറായിട്ട് വീഴുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, വീണിട്ടുണ്ട്. വീണതിന് ശേഷം നമ്മൾ നേരത്തെ ഇളക്കി മാറ്റി നട്ടെടുക്കുക. അതിൽ സെൻട്രലിലൊക്കെ ആദ്യം ലോക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ എയർ ഫിൽട്ടർ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ക്ലീനിങ് കഴിഞ്ഞിട്ട് അപ്പം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പം പറ്റുമെങ്കിൽ എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്കിതിനെപ്പറ്റി അറിയാമെങ്കിലോ അല്ലെങ്കിൽ ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലോ ചെയ്ത് നോക്കുക. നശിപ്പിക്കരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. നശിപ്പിച്ച് കഴിഞ്ഞാൽ വാറണ്ടിക്കുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നോക്കി കണ്ടും പണിയണം. ഓക്കെ, നിസ്സാരമാണ്. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഒരു 5000 കിലോമീറ്ററിൽ ചെയ്യാം, അല്ലെങ്കിൽ 2500 കിലോമീറ്ററിൽ ചെയ്യാം. യാതൊരു കാരണവശാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവർ ടൈറ്റ് ചെയ്ത് അതിൻ്റെ ത്രെഡ് കളയരുത്. അതുപോലെ തന്നെ ആ 4 ലോക്ക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആസിഡ് നമുക്ക് ഫുള്ള് മാറേണ്ടി വരും. അതിൻ്റെ വില വരുന്നത് ഊഹമാണ് പറയുന്നത്, ഒരു 10 രൂപയ്ക്ക് മുകളിലാകും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എന്നെ തിരുത്തുക. കമൻ്റായിട്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒരു കുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പം പറഞ്ഞിരുന്ന ടിപ്സും നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും അല്ലെങ്കിൽ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പം ബാക്കിയുള്ള വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇതിൽ കൂടുതൽ ടിപ്സ് ഉണ്ടെങ്കിൽ പറയുക, കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പം സൈനിങ് ഓഫ് ആകർഷ അശോക്. അടുത്തൊരു നല്ല വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്. മറക്കാതെ കാണുക.